ഇടക്ക് ഒരു ചോദ്യമായിട്ട് വന്നത് PMC പദ്ധതിയുടെ ഭാഗമായി അത് ഒപ്പിട്ടത് ഇതിൻ്റെ ഭാഗമല്ലേ എന്ന്. PMC എന്ന് പറഞ്ഞാൽ എന്താ? PMC എന്ന പദ്ധതി സ്കൂളുകൾ നവീകരിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടാക്കിയൊരു പദ്ധതിയാണ്. PMC എന്ന പദ്ധതി കേരളത്തിൽ എത്ര കണ്ടാണ് ആവശ്യമുള്ളത്? കേരളത്തിലെ സ്കൂളുകൾ 2000-ഓളം സ്കൂളുകൾ 5000 കോടി രൂപ ചെലവിട്ട് നവീകരിച്ചവരാണ് നമ്മൾ, എന്നുവെച്ചാൽ LDF സർക്കാർ. ആ PMC പദ്ധതി ഇവിടെ നടപ്പായില്ലെങ്കിൽ കേരളത്തിനൊന്നും സംഭവിക്കാനില്ല. കാരണം കേരളത്തിലെ സ്കൂളുകൾ നമ്മൾ തന്നെ നവീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഇന്ത്യ രാജ്യത്ത് തുടർച്ചയായി 1-ാം സ്ഥാനം കേരളത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ വസ്തുതയല്ലേ, നമ്മുടെ മുന്നിലുള്ള വസ്തുതകളല്ലേ. എന്താ സംഭവിച്ചത്? ഈ പറയുന്ന PMC പദ്ധതി എല്ലാ സംസ്ഥാനങ്ങളും ഏറ്റെടുക്കണമെന്നാണ് കേന്ദ്ര ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. അതിലൊരു വ്യവസ്ഥയുണ്ട്. അത് നമ്മുടെ രാജ്യത്താകെ പുത്തൻ വിദ്യാഭ്യാസ നയം നടപ്പാക്കണം. കേന്ദ്ര ഗവൺമെൻറ് പുത്തൻ വിദ്യാഭ്യാസ നയം എന്താ? ആ പുത്തൻ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഗാന്ധിജി, ആ പേരേ പാഠപുസ്തകത്തിലുണ്ടാകരുത്, ഗാന്ധി വധം പാഠപുസ്തകത്തിലുണ്ടാകരുത്. രാജ്യത്തിൻ്റെ ചരിത്രം എടുക്കുമ്പോൾ അതിൽ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെടില്ലെങ്കിലും മുഗൾ ഭരണം ഉണ്ടായിരുന്നല്ലോ. ആ മുഗൾ ഭരണം പാഠത്തിലേ ഉണ്ടാകരുത്, പാഠഭാഗമേ ആകരുത്. എല്ലാവരും അത് അംഗീകരിച്ചു കൊടുത്തല്ലോ. കേരളം എന്താ ചെയ്ത്? കേരളം ഏതെല്ലാം ഒഴിവാക്കാൻ കേന്ദ്രം നിർദ്ദേശിച്ചോ ആ പാഠഭാഗങ്ങളെല്ലാം ഇവിടെ പ്രത്യേകം തയ്യാറാക്കിക്കൊണ്ട് കുട്ടികൾക്ക് കൊടുക്കുന്ന നിലയുണ്ടായി. അതാണ് RSS നിലപാടിനോടുള്ള കേരളത്തിൻ്റെ പ്രതികരണം, LDFൻ്റെ പ്രതികരണം, LDF സർക്കാരിൻ്റെ പ്രതികരണം. കൃത്യമായി കുട്ടികളെ പഠിപ്പിക്കുന്ന നില വന്നു. അപ്പോൾ പുത്തൻ വിദ്യാഭ്യാസ നയം അതേപോലെ നടപ്പാക്കുക എന്നതിന് കേരളമില്ല. എന്നാൽ രാജ്യത്ത് നമ്മുടെ രാജ്യത്തെ വലിയൊരു പാർട്ടിയാണല്ലോ കോൺഗ്രസ്. ആ കോൺഗ്രസ് ഭരിക്കുന്ന ചില സംസ്ഥാനങ്ങളെങ്കിലും ഉണ്ടല്ലോ, കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന സംസ്ഥാനങ്ങൾ. നേരത്തെ ഭരിച്ച സംസ്ഥാനമുണ്ട്, ഇപ്പോഴും ഭരിക്കുന്ന സംസ്ഥാനമുണ്ട്. നേരത്തെ ഭരിച്ച സംസ്ഥാനം, ഈ PMC വന്നതിന് ശേഷം നേരത്തെ ഭരിച്ച സംസ്ഥാനം, ഇപ്പോൾ ഭരിക്കുന്ന സംസ്ഥാനം, ഏതെങ്കിലും ഇടത്ത് ഈ PMC നടപ്പാക്കാതിരുന്നിട്ടുണ്ടോ? എല്ലായിടവും നടപ്പാക്കിയിട്ടുണ്ട്. എല്ലായിടവും നടപ്പാക്കി അതിൻ്റെ ഫണ്ട് വാങ്ങി കാര്യങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. കേരളത്തിൽ വന്ന പ്രശ്നം എന്താ? കേരളത്തിൽ ഈ PMC പദ്ധതി നടപ്പാക്കിയില്ലെങ്കിലും ഒരു വിഷമമില്ല എന്ന് ഞാൻ പറഞ്ഞു. നമ്മളെ വിഷമിപ്പിച്ച കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് സർവശിക്ഷാ അഭിയാൻ്റെ ഭാഗമായിട്ടുള്ള ഫണ്ട് നമുക്ക് ലഭിക്കേണ്ടത്. നമ്മുടെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ പല കാര്യങ്ങളിൽ ആ ഫണ്ട് നാം ഉപയോഗിക്കുന്നുണ്ട്. ആ ഫണ്ട് തടഞ്ഞു വെച്ചു. അത് കാലാകാലമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്, ഇപ്പോൾ കിട്ടുന്നതല്ല, എത്രയോ കാലമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. PMC ഒപ്പിട്ടില്ലെങ്കിൽ ഈ ഫണ്ട് നൽകില്ല എന്ന നിലപാടെടുക്കും. അതാണ് നമ്മളെ വിഷമിപ്പിച്ചത്. PMC ഉണ്ടായില്ലെങ്കിൽ ഇവിടെ ഒരു കാര്യവും സംഭവിക്കാനില്ല. നമ്മളെല്ലാ സ്കൂളുകളും നന്നാക്കിയിരിക്കുന്നു. പക്ഷേ ആ സ്കൂളിലെ ഉച്ചക്കഞ്ഞിയുടെ അടക്കം ഒരു വിഹിതം കേന്ദ്ര ഗവൺമെൻറ് ലഭിക്കേണ്ടതുണ്ട്. അവിടെയുള്ള സ്കൂളുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിൽ ഈ പറയുന്ന ഫണ്ട് നമുക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. പലതിനും പ്രയാസം വരികയാണ്. പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ സഹായത്തിലടക്കം വിഷമം വരികയാണ്.
ഇത് നമ്മളെ ശ്വാസം കൊണ്ടിരിക്കുന്ന അവസ്ഥയായി. നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് അത്രയധികം പണമില്ലാതെ. ഇതാണ് നമ്മളെ അലോസരപ്പെടുത്തിയ കാര്യം. നമ്മൾ കേരളത്തിൽ LDF പൊതുവായ ഒരു നയമുണ്ട്. ആ നയം പുത്തൻ വിദ്യാഭ്യാസ നയത്തെ അനുകൂലിക്കുന്നതല്ല. അത് ഇടതുപക്ഷത്തിനും LDFനും വ്യക്തതയോടെയുള്ള സമീപനമാണ്. അതിൻ്റെ ഭാഗമായി തന്നെ പുത്തൻ വിദ്യാഭ്യാസ നയം ഏത് രൂപത്തിൽ വന്നാലും ഇവിടെ അംഗീകരിക്കപ്പെടില്ല. ഇവിടെ സ്കൂളുകളിൽ പഠിപ്പിക്കാനുള്ള പുസ്തകം അത് തയ്യാറാക്കാനുള്ള ബാധ്യത നമ്മുടേതാണ്. സിലബസും കരിക്കുലവും തയ്യാറാക്കേണ്ടത് നമ്മളാണ്. ഇവിടെ പുത്തൻ വിദ്യാഭ്യാസ നയം നടപ്പാക്കില്ല എന്നതിൻ്റെ ഗ്യാരണ്ടി LDF തന്നെയാണ്. ആ LDF അധികാരത്തിലിരിക്കുന്നിടത്തോളം കാലം അതുമായി ബന്ധപ്പെട്ട ഒന്നും അംഗീകരിക്കാൻ തയ്യാറല്ല. രാജ്യത്ത് മറ്റു ഭാഗങ്ങളിൽ നടപ്പാക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ച് ശരിയായ കാര്യങ്ങൾ നടപ്പാക്കുന്ന രീതിയാണ് കേരളം സ്വീകരിച്ചു പോകുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SIT നടത്തുന്ന അന്വേഷണത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല എന്നാണ് കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. ഇക്കാര്യത്തിൽ CPM നേതാക്കൾ ജയിലിലാണ്. അവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നത് സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അന്വേഷണത്തിൽ ഇതേവരെ വ്യക്തത വന്നിട്ടില്ല. ഇക്കാര്യത്തിൽ CPM എന്താണ് പറയുന്നത്? അല്ല, അന്വേഷണം ഹൈക്കോടതിൻ്റെ നേതൃത്വത്തിലാണല്ലോ നടക്കുന്നത്. ഹൈക്കോടതിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നത് നല്ല രീതിയിൽ തന്നെയാണ്. അതിൻ്റെ ഭാഗമായി ആ അന്വേഷണം ആരംഭിച്ചപ്പോൾ ആ അന്വേഷണത്തോട് യോജിക്കാനാവില്ല എന്ന നിലപാട് നമ്മുടെ സമയം കഴിഞ്ഞിട്ട് കേട്ടോ. ഈ ചോദ്യത്തോടുകൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ഹൈക്കോടതിൻ്റെ പ്രഖ്യാപന നിരീക്ഷണത്തോടുകൂടി അന്വേഷണം നടത്താൻ പുറപ്പെട്ടപ്പോൾ ആ അന്വേഷണത്തോട് യോജിപ്പില്ല, ഈ അന്വേഷണ ഏജൻസി പറ്റില്ല എന്നൊക്കെ പറഞ്ഞ നിലപാട് ചില UDF നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ അവർ നല്ല സ്വാഗതം ചെയ്യുകയാണ്. അതാണ് അന്വേഷണത്തിൻ്റെ മികവ്. അന്വേഷണം ഫലപ്രദമായി നടക്കുകയാണ്. ആ അന്വേഷണം നടക്കട്ടെ. പിന്നെ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അത് പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. ഞാനതിലേക്ക് കടക്കുന്നില്ല. ആവശ്യമായ ഘട്ടത്തിൽ ഉചിതമായ തീരുമാനമെടുക്കുമെന്നാണ് പാർട്ടി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതങ്ങനെ വിടുന്നതാണ് നല്ലത്. ഏതായാലും ഇനിയൊരു ചോദ്യത്തിനുമില്ല, സമയം കഴിഞ്ഞിരിക്കുന്നു. നന്ദി. ഒറ്റ ചോദ്യവുമില്ല, ഒറ്റ മറുപടിയുമില്ല. നന്ദി 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 നന്ദി. ഞാൻ പറഞ്ഞു ഇനിയില്ലാന്ന് പറഞ്ഞു. ഇനിയില്ലാന്ന് പറഞ്ഞാൽ ഇല്ലാന്ന് തന്നെയാണ്. ശരി, നന്ദി പറയുന്നതിന് വേണ്ടി. ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നാണ് പറഞ്ഞ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചിരിക്കുകയാണ്. വിവിധ വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ കണ്ടു. നടിയെ ആക്രമിച്ച കേസിലടക്കം എന്താണ് സർക്കാരിന്റെ നിലപാട്? അതിജീവിതയ്ക്ക് എല്ലാ പിന്തുണയും നൽകിയത് സർക്കാരാണ്. നീതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനം നടക്കണം. PM ശ്രീ ഫണ്ടിന്റെ അടക്കമുള്ള കാര്യങ്ങളിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ. കണ്ണൂരിലെ പരിപാടിയിലാണ് അല്ലെങ്കിൽ മുഖാമുഖത്തിലാണ് മുഖ്യമന്ത്രി കാര്യങ്ങൾ വ്യക്തമാക്കിയത്.